നിങ്ങളോട് ഒരാൾ മോശമായി പെരുമാറുകയും അവരോടെന്നും ദേഷ്യവും വെറുപ്പും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ആ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ദേഷ്യം അത് ആരെയാണ് ബാധിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, അത് നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ നല്ല അവസരങ്ങളെ, നല്ല ചിന്തകളെയാണ് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദേഷ്യവും വെറുപ്പും എപ്പോഴും മനസ്സ് അലങ്കോലപ്പെടാൻ കാരണമാകും. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ, ജീവിതത്തെ ഇതിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കും. അതുവഴി നാം നേടാൻ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ നമ്മളിൽ എത്താൻ കാലതാമസം എടുക്കുകയും ചെയ്യും. നാം തന്നെ നമ്മളിൽ ഒരു ബ്ലോക്ക് ഇടുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ഫർഗീവ്നെസ് അല്ലെങ്കിൽ മാപ്പ് കൊടുക്കൽ, ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. മുന്നോട്ട് കുതിക്കാനൊരുങ്ങുന്ന ഓരോ വ്യക്തിയും ആവശ്യമില്ലാത്ത ഭാരം ശരീരത്തിൽ നിന്നും വലിച്ചെറിയും. വലിയ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥിയും മല കയറുന്ന പർവ്വതാരോഹകനും ഏറ്റവും കുറഞ്ഞ ഭാരമേ ചുമലിൽ കരുതാറുള്ളൂ. എന്നാൽ നാം ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് ആവശ്യമില്ലാത്ത ഭാരവും ചുമന്നാണ് നടക്കുന്നത്. ഒരു ഗുണവും തരാത്ത നമ്മുടെ എല്ലാ നന്മകളെയും ചോർത്തിക്കളയാൻ ശേഷിയുള്ള വിഴുപ്പുകളുമായിട്ടാണ് നാം ഓരോ ദിവസവും ജീവിക്കുന്നത്. ജീവിത വിജയം തിരയുന്ന ഒരാള് ഏറ്റവും നിർബന്ധമായി ഒഴിവാക്കേണ്ടതാണ് സ്വന്തം മനസ്സിൽ കൊണ്ടു നടക്കുന്ന അഴുക്ക് ഭാണ്ഡക്കെട്ടുകൾ. നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിക്കുന്ന വെറുപ്പ്, വിദ്വേഷം, പക, കുശുമ്പ്, അസൂയ, കുറ്റബോധം തുടങ്ങി മറ്റൊരു വ്യക്തിയോടോ സ്വയമോ തോന്നുന്ന എല്ലാ നെഗറ്റീവ് വികാരങ്ങളും മനസ്സിലെ അഴുക്കാണ്. മനസ്സും ഒരു പാത്രം പോലെയാണ്. എന്താണോ അതിനകത്ത് കൂടുതലുള്ളതിന്റെ സ്വഭാവമാണ് പുറത്തേക്ക് കാണിക്കുക. നിങ്ങൾ മറ്റുള്ള വ്യക്തിയോട് പകയോ വിദ്വേഷമോ വെച്ച് പുലർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും കൂടുതൽ നെഗറ്റീവിലേക്കും ദുരിതത്തിലേക്കും ചെന്നു പതിക്കും. മനസ്സിലെ അഴുക്കിനെ കളയാനുള്ള എളുപ്പമാർഗമാണ് പുറത്തു കൊടുക്കൽ. നിങ്ങളോട് തെറ്റ് ചെയ്ത എല്ലാ വ്യക്തികളോടും നിങ്ങൾക്ക് പുറത്തു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സ്വയം പുറത്തു കൊടുക്കാം. നമുക്കെങ്ങനെ നമ്മോടും മറ്റുള്ളവരോടും എങ്ങനെ പുറത്തു കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് വെറുപ്പുള്ളവരുടെയോ നിങ്ങളോട് തെറ്റ് ചെയ്തവരുടെയോ പേരും സംഭവവും വ്യക്തമാകുന്ന ലിസ്റ്റ് തയ്യാറാക്കുക. രണ്ടാമതായി, നിങ്ങൾ തന്നെ നിങ്ങളോട് ചെയ്ത തെറ്റുകളുടെയും അബദ്ധങ്ങളുടെയും ലിസ്റ്റ് തയ്യാറാക്കുക. മൂന്നാമതായി, ഉറങ്ങുന്നതിന് മുമ്പ് കണ്ണടച്ചിട്ട് കഴിഞ്ഞുപോയ സംഭവത്തിലേക്കും അന്നുണ്ടായ അതേ വൈകാരിക അവസ്ഥയിലേക്കും മനസ്സിനെ കൊണ്ടുപോവുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുക. ഈ ഒരു പരിശീലനം തുടർച്ചയായി മനസ്സിൽ നിന്നും പൂർണ്ണമായ വെറുപ്പും പകയും പോകുന്നതുവരെ എല്ലാ ദിവസവും തുടരണം. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെ ക്രമേണ നീക്കം ചെയ്യാനും കഴിയും. ഫർഗീവ്നെസ് എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമ്മൾ പരിചയപ്പെടാനുള്ളതാണ് ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ. മാലിന്യങ്ങൾ നീക്കം ചെയ്ത നമ്മുടെ മനസ്സിൽ പുതിയ ചിന്തകളും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒരു ചലച്ചിത്രം പോലെ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നതിനെയാണ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത്. ബ്രെയിൻ റീപ്രോഗ്രാമിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് വിഷ്വലൈസേഷൻ. നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിലുള്ള സ്വന്തം ചിത്രത്തിന്റെ പ്രതിബിംബം മാത്രമാണ്. നമുക്ക് ലഭിക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ആ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള എളുപ്പ വഴിയാണ് സ്വന്തം മനസ്സിനെ മാറ്റുക എന്നത്. മനസ്സിനെ നമ്മുടെ വരുതിയിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ദൃശ്യവൽക്കരണം. നമ്മുടെ ബോധ മനസ്സിന് ഒരിക്കലും നാം കാണുന്ന കാഴ്ചകൾ യാഥാർത്ഥ്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. നാം കണ്ണു തുറന്ന് കണ്ടാലും കണ്ണടച്ച് മനോരാജ്യം കണ്ടാലും ഉപബോധ മനസ്സിൽ അവ എത്തുന്നത് യഥാർത്ഥ ചിത്രമായിട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നം കാണൽ അല്ലെങ്കിൽ മനോരാജ്യം കാണുന്നത് ഉപബോധ മനസ്സിൽ നാം ആഗ്രഹിക്കുന്നതിലേക്ക് കണ്ടീഷൻ ചെയ്യാൻ സഹായിക്കുന്നു. ഉപബോധ മനസ്സിന്റെ ഭാഷ ചിത്രവും വികാരവും ആയതുകൊണ്ട് തന്നെ മനസ്സിനെ മെരുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ദൃശ്യവൽക്കരണം. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വികാരത്തോടെ വേണം ദൃശ്യവൽക്കരണം നടത്താൻ. രാവിലെ ഉണർന്ന ഉടനെ ഉറങ്ങുന്നതിന് മുമ്പുമാണ് ദൃശ്യവൽക്കരണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. ദൃശ്യവൽക്കരണത്തിന് ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് ഹോളോ ക്രിയേഷൻ. അതായത് മനസ്സിലൊരു വിത്ത് മുളപ്പിച്ച ശേഷം ക്രമേണ അതിന് തടിയും ശിഖരങ്ങളും വരുന്ന പോലെ നമ്മുടെ ലക്ഷ്യത്തെ ഓരോ ഘട്ടങ്ങളായി വികസിപ്പിക്കുന്ന രീതിയാണ് ഹോളോ ക്രിയേഷൻ. ഹോളോ ക്രിയേഷനിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം: ജീവിത ലക്ഷ്യം, സമ്പത്ത്,
ആരോഗ്യം, ബന്ധങ്ങൾ, വീട്, കാറ്, ബിസിനസ്, ജോലി തുടങ്ങിയ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിൽ ഉൾപ്പെടുത്താം. ഹോളോ ക്രിയേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ജോലിയാണ് ആവശ്യമുള്ളത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് അതിന് നന്ദി പറഞ്ഞിട്ട് വേണം പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ഹോളോ ക്രിയേഷൻ ചെയ്യാൻ. ഒരു ദിവസം ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറിൽ വെറും 10 സെക്കൻഡ് മാത്രം പോസിറ്റീവായി ചിന്തിക്കുകയും ബാക്കിയുള്ള സമയം മുഴുവൻ നെഗറ്റീവ് ഫലങ്ങളെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഓരോ ദിവസവും പോസിറ്റീവായ ചിന്തകളിൽ മാത്രം മുഴുകി അതൊരു ശീലമാകുന്നത് വരെ തുടർന്നു കൊണ്ടുപോവുകയും വേണം. അതായിരിക്കണം നിങ്ങളുടെ മനസ്സിന് മേധാവിത്വമുള്ള ചിന്താശൈലി. ഇനി നാം പരിചയപ്പെടാൻ പോകുന്നത് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ. ധ്യാനം എന്നത് മനസ്സിനെ ശാന്തമാക്കാനും ലക്ഷ്യത്തിലേക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്യിപ്പിക്കാനും വളരെ അത്യാവശ്യമാണ്. തലച്ചോറിലെ തരംഗങ്ങളുടെ അതിപ്രസരം കുറയ്ക്കാനും സന്തോഷം, സമാധാനം, ധൈര്യം, മാനസിക നിയന്ത്രണം, ആത്മവിശ്വാസം തുടങ്ങിയവ നേടാനും സാധിക്കും. ധ്യാനം ശീലമാക്കിയാൽ അനാവശ്യമായിട്ടുള്ള ചിന്തകള്, നിരാശ, ഭയം, സങ്കടം, വിഷാദം, ആത്മവിശ്വാസക്കുറവ്, ഉറക്കക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും കഴിയും. ധ്യാനം പരിശീലിക്കുമ്പോൾ നാം നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ ചിത്രങ്ങളായും വാക്കുകളായും ഉപബോധ മനസ്സിലേക്ക് എളുപ്പത്തിൽ കൈമാറാൻ സാധിക്കും. കാരണം ഈ അവസ്ഥയിൽ ബോധമനസ്സും ഉപബോധ മനസ്സും ഒരുപോലെ ഉണർന്നിരിക്കും. എന്നാൽ ബോധമനസ്സിന്റെ തടസ്സപ്പെടുത്തൽ കുറവായിരിക്കുന്നത് കൊണ്ട് നാം കൊടുക്കുന്ന ഏത് നിർദ്ദേശവും എളുപ്പത്തിൽ ഉപബോധ മനസ്സിലേക്ക് കയറും. അതായത് ഉപബോധ മനസ്സിലേക്ക് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ധ്യാനമാണ്. എളുപ്പത്തിൽ ആർക്കും പരിശീലിക്കാവുന്ന ഒന്നാണ് ധ്യാനം എന്നത്. അതിന്റെ ലളിതമായ ഒരു ചുവടുവയ്പ്പുകൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഇരിക്കുക. ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ശാന്തമാക്കുക. സാവധാനം കണ്ണുകൾ അടയ്ക്കുക. സാവധാനം ദീർഘശ്വാസം എടുത്ത് നിങ്ങളുടേതായ താളത്തിൽ വിട്ടുകൊണ്ടിരിക്കുക. ഇത് 10 തവണ ചെയ്യുക. നിങ്ങളുടെ ശ്വാസം പുറത്തേക്ക് പോകുന്നതും അകത്തേക്ക് പ്രവേശിക്കുന്നതും മൂന്നാമതൊരാളെ പോലെ നിങ്ങൾ വീക്ഷിക്കുക. ചിന്തകൾ പല വഴിക്കും പോകുമ്പോൾ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ ചിന്തയെ പിന്തുടരുക. സാവധാനം ചിന്ത വീണ്ടും ശ്വാസത്തിലേക്ക് വരുന്നതാണ്. ഈ പരിശീലനം തുടർച്ചയായി രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഉണർന്നെഴുന്നേറ്റ ഉടനെയും ചെയ്യാവുന്നതാണ്. ഈ പരിശീലനം ആദ്യം ചെയ്യുമ്പോൾ ചിന്തകളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. ക്രമേണ നിങ്ങൾക്ക് ഈ ചിന്തയെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ഈ ഒരു ക്ലാസിന്റെ കൂടെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു മെഡിറ്റേഷനിലൂടെ ആൽഫ സ്റ്റേജിലേക്ക് എത്തുകയും, അതായത് നമ്മുടെ ചിന്തകളൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ എത്തുകയും നിങ്ങൾക്ക് ഒരു വിഷ്വലൈസേഷൻ ലഭിക്കുകയും ചെയ്യും. അതായത് ഈ ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് വിഷ്വലൈസേഷനും ഭംഗിയായി ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും പരമാവധി ഈ ഒരു ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഉപയോഗിക്കുക. അതിനാൽ എല്ലാവരും ഇന്ന് മുതൽ മെഡിറ്റേഷൻ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കി മാറ്റുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രാക്ടീസുമായി കാണാം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. താങ്ക് യു.